നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതിരാജ്, ചെന്നിലേത്ത് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കായംകുളം. നിങ്ങളുടെ ഓവുലേഷൻ എന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? കൂടുതൽ ആൾക്കാരും പറയുക അവർക്കറിയില്ല എന്നാണ്. ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഓവുലേഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയില്ല. പക്ഷേ 28 ഡേയ്സ് സൈക്കിൾ ആണെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതിക്ക് വെച്ച്, അതായത് 14-ാമത്തെയോ 15-ാമത്തെയോ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നതിൻ്റെ ചില സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പകുതിക്ക് വെച്ച്, അതായത് 14-ാമത്തെയോ 15-ാമത്തെയോ ദിവസം സെർവിക്കൽ മ്യൂക്കോസ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് ഓവുലേഷൻ്റെ ഒരു സൈനായിട്ട് കാണും. സാധാരണയായി എപ്പോഴും ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് വഴി ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഓവുലേഷൻ്റെ സമയത്ത് എഗ് വൈറ്റ് പോലെയുള്ള ഒരു ഡിസ്ചാർജ് കൂടുതൽ സ്ത്രീകളിൽ കാണാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ബേസൽ ടെമ്പറേച്ചർ കൂടുക. എല്ലാ ദിവസവും ടെമ്പറേച്ചർ തെർമോമീറ്റർ ഉപയോഗിച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഈ ഓവുലേഷൻ്റെ ഡേറ്റിലാണെങ്കിൽ 1 ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ കൂടുകയോ അല്ലെങ്കിൽ 0.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അന്ന് ഓവുലേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അത് ഈ ഹോർമോണിൻ്റെയൊക്കെ വേരിയേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അടിവയറ്റിൽ വേദന കൂടുതലായി അനുഭവപ്പെടുക അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഇരുവശത്തുമൊക്കെ പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതും ഒരു ഓവുലേഷൻ്റെ സിംറ്റമായി കാണാറുണ്ട്. പിന്നെ നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് കൂടുതൽ സെക്സ്വൽ ഡിസയർ തോന്നുക, പങ്കാളിയുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നുക, ഇതും ഓവുലേഷൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ അഞ്ചാമതായിട്ട് ഈ ഓവുലേഷൻ ടെസ്റ്റിംഗ് കിറ്റ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ വഴി അത് വാങ്ങിക്കാവുന്നതാണ്. അത് വാങ്ങിയിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ യൂറിൻ ഡ്രോപ്പ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഓവുലേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്.